ഉപയോഗിച്ചുകൊണ്ട് മതത്തിനെയോ അല്ലെങ്കിൽ മതപ്രമാണങ്ങളെയോ അല്ലെങ്കിൽ മതസങ്കല്പങ്ങളെയോ വിമർശിക്കുമ്പോൾ ഒരുപക്ഷം മതവാദികൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ശാസ്ത്രം ഉപയോഗിക്കാതെ പകരം ചില ശാസ്ത്രജ്ഞന്മാർ ഇന്നേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരിക. അതിൽ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ചില ക്വാഡ്സുകളാണ്. ഒന്ന് ഐൻസ്റ്റീനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സയൻസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫിലോസഫിയെക്കുറിച്ചോ തത്വശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐൻസ്റ്റീൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1879 മുതൽ 1955 വരെയാണ് ജീവിച്ചത് അദ്ദേഹം. ആ കാലഘട്ടത്തിൽ ഉള്ള കാര്യങ്ങൾ, അതായത് ബോധ്യങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫിക്കായിട്ടും ധാർമ്മികത സംബന്ധിച്ചതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു ജീവിച്ച കാലങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഐൻസ്റ്റീനും ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് മുന്നോട്ട് വരുന്നു. പല അസ്ട്രോഫിസിക്കലായിട്ടുള്ള പല കാൽക്കുലേഷൻസും അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിലൊരു ഇക്വേഷനാണ് E=mc² എന്ന് പറയുന്ന ഊർജ്ജദ്രവ്യ സമീകരണ നിയമം. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രശസ്തനായിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ചില വാക്കുകൾ, അദ്ദേഹം സാന്ദർഭികമായിട്ട് പറഞ്ഞ ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മതത്തിൻ്റെ ആൾക്കാർ അദ്ദേഹം മതത്തിൽ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ ശരിയാണ് എന്ന് വാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു ഐൻസ്റ്റീൻ്റെ ഒരു സ്വാഭാവികമായിട്ട് ഇവരെ എടുത്തു പറയുന്ന ഐൻസ്റ്റീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടിങ്ങാണ് മതത്തെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞത്, സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം, മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. ആൻഡ് റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്, ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാണ്. ഇപ്പോൾ ഇത്തരം കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രത്തിൽ മതമില്ലെങ്കിൽ അത് മുടന്തനാണ്, ശാസ്ത്രത്തിൽ മതമില്ലെങ്കിൽ അത് മുടന്തനാണ് എന്നുള്ള ആ വാദം മതക്കാർക്ക് വളരെ പ്രിയപ്പെട്ടാണ്. അതേസമയം തന്നെ റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്, ശാസ്ത്രമില്ലാത്ത മതം അന്ധമാണ്, മതം ഇല്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, അതായത് ശാസ്ത്രമില്ലാത്ത മതം അന്ധനാണ്. ഇത് ഈ വേർഡ്സ് നമ്മൾ എടുത്താൽ തന്നെ മറ്റേത് മുടന്തൻ മാത്രമേ ഉള്ളൂ. ശാസ്ത്രത്തിൻ്റെ കൂടെ മതം ഇല്ലെങ്കിൽ അതിന് മുടന്ന് മാത്രമേ ഉള്ളൂ. മതത്തിൻ്റെ കൂടെ ശാസ്ത്രം വെച്ചെങ്കിൽ ബ്ലൈൻഡ്, അന്ധനാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാഴ്ചയില്ല, അതിനെ കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ആ വേർഡ്സിൽ തന്നെ എടുത്തിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പേ നമുക്ക് അദ്ദേഹം മൈ വ്യൂസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അദ്ദേഹം ഇതായിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയാണ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ പേഴ്സണൽ ഗോഡ് ഹൂ കൺസേൺസ് ഹിംസെൽഫ് വിത്ത് ദ ഫെയ്റ്റ് ആൻഡ് ആക്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ്. അതായത് വ്യക്തിഗതമായിരിക്കുന്ന ഒരു മനുഷ്യൻ കക്കൂസിൽ പോകുമ്പോൾ എന്നെ ധ്യാനിക്കുന്നുണ്ടോ, ഇടത് കാല് വെച്ചിട്ടാണോ കരുന്നത്, വലത് വെച്ചാണോ കാണുന്നത്, എന്നെ അല്ലാതെ വേറെ ആരെ വിളിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു വിചാരിച്ചുകൊണ്ട് വെപ്രാളപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മതവിശ്വാസികളുടെ ദൈവത്തിനെ വിശ്വസിക്കുന്നതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി മതവിശ്വാസികളുടെ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ഇതൊരു ക്യൂ നിൽക്കലാവല്ലോ, ടിക്കറ്റിന് എടുക്കാനുള്ള ഒരു ക്യൂ ആണെന്നോലും, പരലോകത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റിനുള്ള ക്യൂ ആണെന്ന് പറയുന്നത്. ഈ പരലോകത്തിനെ പറ്റിയിട്ടും ഇത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാന്തര ജീവിതത്തിലും എനിക്ക് വിശ്വാസമില്ല. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ അതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വൺ ലൈഫ് ഈസ് ഇനഫ് ഫോർ മീ, ഈ ജീവിതം തന്നെ എനിക്ക് ആസ്തിയാണ്, പരിഹസിച്ചുകൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. മതത്തിനെ കുറിച്ചിട്ട് എഴുതിയതാണ്, ധാർമ്മികതയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം എന്ന് പറഞ്ഞത്. മതമില്ലാത്ത ശാസ്ത്രം അന്ധമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വിഷയമായിട്ടുള്ളത്? ധാർമ്മികതയെ സംബന്ധിച്ച ശാസ്ത്രത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ ഈ മതം എങ്ങനെ ശാസ്ത്രത്തിൻ്റെ കൂടെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് വായിച്ചെടുക്കാം. ഐൻസ്റ്റീൻ്റെ അതേ സമകാലികമായിട്ടുള്ള ആളായിരുന്നു വിൽഡുറൻറ്റ് എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ.
വിൽഡുറൻ്റ് ധാർമ്മികതയെപ്പറ്റി നിലവിലുള്ള സങ്കല്പങ്ങൾ തന്നെ തിരുത്തിയ ആളാണ്. അദ്ദേഹം ധാർമ്മികതയെക്കുറിച്ച്, മൊറാലിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യാലിറ്റി എന്ന് മാത്രമല്ല പറഞ്ഞത്, സാമൂഹികതയിൽ നിന്നാണ് ധാർമ്മികത ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് മാത്രമല്ല പറഞ്ഞത്, മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യാലിറ്റി ഇതുകൂടി പറഞ്ഞു, നോട്ട് ഓൺ റിലീജിയൻസ് എന്ന്. മതത്തിൽ നിന്നല്ല, സാമൂഹികതയിൽ നിന്നാണ് സദാചാര ധാർമ്മിക നിയമങ്ങളുണ്ട് ഉണ്ടാവുന്നതെന്ന് അക്കാലഘട്ടത്തിലെ ചരിത്ര പണ്ഡിതനായിരുന്ന വിൽഡ്യൂറൻ്റ് ഈ നിലവിലുള്ള സാമൂഹ്യ ധാരണയെ തിരുത്തിക്കൊണ്ട് അന്നത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി. വിൽഡ്യൂറൻ്റിൻ്റെ പ്രസ്താവന. ഐൻസ്റ്റീൻ ജീവിച്ചിരുന്നത് 1979 മാർച്ച് 14 ജനിച്ചിട്ട് 1955 ഏപ്രിൽ 18 മരിക്കുകയാണ് ചെയ്തത്. വിൽഡ്യൂറൻ്റ് 5 നവംബർ 1885 ജീവിച്ചു. 1981 നവംബർ 7 മരിച്ചു. അപ്പോൾ ഒരേ കാലയളവിൽ ജീവിച്ച ആളാണ്. അപ്പോൾ ഇതിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? ധാർമ്മികതയെക്കുറിച്ച് അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന കാഴ്ചപ്പാട്, ധാർമ്മികത എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഐൻസ്റ്റീൻ നടത്തിയ ഈ ഒരു പ്രസ്താവന നമ്മൾ പരിശോധിക്കുമ്പോൾ, ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിലും അന്നത്തെ കാലഘട്ടത്തിൻ്റെ അറിവുകളും വെച്ച് പരിശോധിക്കുമ്പോൾ, സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അന്നത്തെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മതം ആയിരുന്നു എന്നാണ് വിശ്വാസം. ആ ഒരു വിശ്വാസം തന്നെയാണ് റിലീജിയൻ എന്നുള്ള വാക്ക്. ശാസ്ത്രത്തിൽ ധാർമ്മികതയില്ലാത്ത ശാസ്ത്രം മൊടന്തനാണ് എന്നാണ് പറഞ്ഞത്. അത് ഇന്നും പ്രശസ്തിയുള്ള വാക്ക് തന്നെയാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് അതിൻ്റെ അവരുടെ വിശ്വാസങ്ങളെ ന്യായീകരിക്കാൻ വിശ്വാസികൾ ഉപയോഗിക്കുമ്പോൾ അതിന് ചരിത്രപരമായിട്ടുള്ള പാശ്ചാത്തലങ്ങളിൽ അവർ മാറ്റിയെടുത്തുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതേസമയം തന്നെ അവർ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന് നേർവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ സ്പഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് യാതൊരു അർത്ഥമില്ല. നിങ്ങൾ എന്താണോ ഈ വാക്കുകൾ കൊണ്ട് ഐൻസ്റ്റീൻ ആണ് എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല എന്ന് ഐൻസ്റ്റീൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗോഡിനെ കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ച് ഇത്ര ആകുലപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നതിൽ ഇത്ര വെപ്രാളം കൊള്ളുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ശക്തികളെ ഞാൻ ദൈവമായിട്ട് കാണുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. പ്രകൃതി നിയമങ്ങളെ, ശക്തികൾ എന്നല്ല പറഞ്ഞത്, പ്രകൃതി നിയമങ്ങളെ, അതൊരു ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രസ്താവന മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രസ്താവനകൾ, ഈ മതത്തെയും ദൈവത്തെയും കുറിച്ചുള്ള മറ്റ് പ്രസ്താവനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് മതങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രത്തിന് നേരെ അല്ലെങ്കിൽ ഒരു തരത്തിൽ ശാസ്ത്രജ്ഞന്മാരെ ഒരു കാലഘട്ടത്തിൽ കൊല്ലുകയും ഭീഷണിപ്പെടുത്തുകയും മതനിന്ദ ചുമത്തിക്കൊണ്ട് ജയിലടക്കുകയും തീയിട്ട് കൊല്ലുകയും ചെയ്ത മതങ്ങൾ ഇന്ന് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആധുനിക കാലഘട്ടത്തിൽ ഈ ശാസ്ത്രത്തിന് പിന്നാലെ ഓടുന്ന കാഴ്ച നമുക്ക് കാണുന്നത് മറ്റ് രാജ്യങ്ങളാണ്. അതായത് മതരാഷ്ട്രങ്ങളിലൊന്നും തന്നെ ഈ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മറ്റേതെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ ഒരു MM അക്ബറോ അല്ലെങ്കിൽ സക്കീർ നായിക്കോ ഇതിൽ ശാസ്ത്രമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കില്ല. അവർ പറയാ ഇതൊക്കെയാണ് ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ യാതൊരു തിരുത്തും ആവശ്യമില്ല, ശാസ്ത്രം എന്നുള്ളതാണ് മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, അത് നിരന്തരം തിരുത്തപ്പെടുന്നതാണ് എന്നാണ് അവർ പറയുക. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കുറച്ച് വിദ്യാഭ്യാസപരമായിട്ട് ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലും അല്ലെങ്കിൽ മറ്റ് മത സമൂഹത്തിലെല്ലാം തന്നെ വിദ്യാഭ്യാസപരമായിട്ടൊരു ഉയർച്ച വന്നപ്പോൾ ഇത്തരത്തിലുള്ള പ്രാഥമികമായ കാര്യങ്ങൾ പോലും മതത്തിലില്ല എന്ന് വരുമ്പോൾ, ഇപ്പം ഭൂമി പരന്നാണെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പരന്ന ഭൂമിയെ ഉരുട്ടിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സക്കീർ നായിക്കുകളും മറ്റേ MM അബ്കാറൊക്കെ വ്യാഖ്യാന കസർത്തുകൾ കൊണ്ട് അവർ ഉരുട്ടിയെടുക്കും. പരന്ന ഭൂമിയെ വളരെ ഉരുട്ടി നല്ല കുട്ടപ്പനാക്കിയിട്ട് തരും. നിങ്ങൾ ഭൂമിയെ മറ്റേ ഇതിൻ്റെ ആകൃതിയിലാണെന്ന് പറഞ്ഞാലും ഇത് മുട്ടാകൃതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സനാതനക്കാർ അഖിലാണ്ഡം എന്നാണ് പറഞ്ഞത് പറയും. അണ്ട അവിടെ ഉണ്ട് എന്നറിയോ? അത്തരത്തിലുള്ള വ്യാഖ്യാന ഫാക്ടറികൾ ഇന്ന് മതത്തിനെ മതത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, ഇനിയുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് തന്നെ ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള എക്സാമ്പിൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സാധാരണ ഒരു പ്രഭാഷണമൊക്കെ യൂട്യൂബിലിട്ട് അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് തന്നെ വായിച്ചാൽ നമുക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും കിട്ടി. അപ്പോൾ അത്തരത്തിൽ കിട്ടിയ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു തന്നില്ല.